ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ റെസിപ്പി കിഴങ്ങും മുട്ടയും പിന്നെ ഒരു സ്പെഷ്യൽ ചമ്മന്തി ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു കിഡിലൻ സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഇതാ കുറച്ച് തേങ്ങയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില പുതിനയില പിന്നെ ഒരു പകുതി നാരങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മിക്സിന് ജാർ എടുക്കുക. ഇതിലേക്ക് ഇതാ ഒരു മീഡിയം വലിപ്പത്തിലുള്ള പച്ചമുളകും ഒരു അര ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് മാത്രം പുതിനയില ചേർത്ത് കൊടുക്കുക. പുതിനയില ഒരിക്കലും കൂടി പോകരുത്, ഇത്ര മാത്രം മതിയാകും. പിന്നെ ഇതുപോലെ കുറച്ച് അധികം മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇതാ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ മൊത്തത്തിലങ്ങ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു അര കപ്പോളം ഉണ്ടാകും. ഒരു ചെറിയ തേങ്ങൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു അര ടീസ്പൂൺ ഉപ്പും ഒരു പകുതി നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം നാരങ്ങ നീര് ഉണ്ടാകും. ഇനി എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട. ഇതായി ഒരു രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. എല്ലാം കൂടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഇതാ 2 മുട്ട പുഴുങ്ങിയെടുത്തതിന് ശേഷം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു മുട്ടനെ 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. മൊത്തത്തിൽ 8 പീസായിട്ട് വേണം കട്ടാക്കി എടുക്കാനായിട്ട്. ഇതേ രീതിയിൽ 8 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഈ അളവ് വെച്ചിട്ട് 8 സ്നാക്സ് ആണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഇതാ പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇതാ വേപ്പില കട്ട് ചെയ്തതും വെളുത്തുള്ളി കട്ടാക്കിയതും ഇഞ്ചി കട്ട് ചെയ്തതും പിന്നെ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇതൊരു മീഡിയം വലിപ്പത്തിലുള്ള 4 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഏറ്റവും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ ഇതിലേക്ക് ഇതാ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ഏറ്റവും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏറ്റവും നൈസായിട്ട് തന്നെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ. ഒരു തണ്ട് വേപ്പില കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. ഇതാ ഈ രീതിയിൽ ഒന്ന് വാടി വന്നാൽ ഇതിലേക്ക് ഇതാ 2 വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം വരെ എടുക്കാവുന്നേ ഉള്ളൂ. എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ടങ്ങ് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഇതാ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പെട്ടെന്നങ്ങ് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഉള്ളി നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. ഉള്ളിത നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. കൂടെ തന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. ഈ ഒരു പൊടിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 3 വലിയ കിഴങ്ങ് നല്ല പോലെ പുഴുങ്ങിയെടുത്തതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുത്തുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. കിഴങ്ങെടുക്കുമ്പോൾ വലിയ കിഴങ്ങ് എടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് 2-3 വിസിൽ വരുന്നവരെ കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കണം. എന്നിട്ട് ഈ ഒരു മസാലയിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഈ രീതിയിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം അടച്ചു വെക്കാനായിട്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തുറന്ന് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് അധികം തന്നെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് അധികം മല്ലിയില ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 150 ഗ്രാം ചിക്കന് സാധാരണ മസാലയൊക്കെ ചേർത്തിട്ട് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സിന് ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചിക്കൻ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. ഇല്ലെങ്കിൽ വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ആയിരുന്നാലും മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് കൊടുക്കുക. തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-6 പീസ് ബ്രെഡ് മിക്സിന് ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തുള്ളതാണ്. അതും കൂടെ ആവശ്യമായിട്ടുണ്ട്. ഇനി മിക്സിന് ജാർ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് കോട്ട് ചെയ്യാനുള്ള ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ മൈദ എടുത്താലും മതി. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി അടിച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം.
ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നേരത്തെ റെഡിയാക്കി എടുത്തുള്ള ഫില്ലിങ് ഇതാ നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നല്ല പോലെ ഉടച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഉടച്ച് കൊടുക്കണം, ഒട്ടും കട്ടയൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ഇനി ഇതിൽ നിന്ന് ഓരോ ബോൾസ് ആയിട്ട് അങ്ങ് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 8 ഈക്വൽ ബോൾസ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നല്ല പോലെ അങ്ങ് പരത്തിയെടുക്കുക. ഒട്ടും ക്രാക്കൊന്നും വരാതെ വേണം പരത്തിയെടുക്കാനായിട്ട്. ഉന്നക്കായൊക്കെ പരത്തിയെടുക്കൂലേ, ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. ഇതിലേക്ക് ഇതാ 1 ടീസ്പൂൺ ചമ്മന്തിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു ഫില്ലിങ് ഒരിക്കലും കൂടി പോകരുത്. കൂടി പോയാൽ ഇതിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് മാത്രം വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ഇതാ 1 പീസ് മുട്ടയും കൂടെ വെച്ചിട്ട് ഉന്നക്കായൊക്കെ ഷേപ്പാക്കുന്ന ആ രീതിയിൽ അങ്ങ് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇതുപോലെ ഷേപ്പാക്കി എടുക്കുമ്പോൾ ഒട്ടും ക്രാക്ക് വരാതെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ള ഒരു ചമ്മന്തിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇതാ ഈ ഒരു രീതിയിലൊന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ മുട്ടനെ മിക്സിയിലും ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ല പോലെ കോട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം മുട്ടനെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ല പോലെ കോട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഡബിൾ കോട്ടിങ് ചെയ്യുന്നുണ്ട് കേട്ടോ, 2 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടുകയും ചെയ്യും. പിന്നെ ഒട്ടും പൊട്ടിപ്പോകുന്ന പ്രശ്നമൊന്നും വരില്ല കേട്ടോ, ഇങ്ങനെ ഡബിൾ കോട്ടിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഈ ഒരു രീതിയിൽ നല്ല പോലെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി എല്ലതും ഇതേ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. 8 സ്നാക്സോളം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ. പൊട്ടിപ്പോകുന്ന പ്രശ്നം വരാൻ തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് എടുക്കുക. ഞാനിവിടെ അങ്ങനെയൊന്നും ചെയ്യണില്ല, ഞാൻ ഇപ്പോൾ തന്നെ ഫ്രൈ ആക്കി എടുക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഓരോ സ്നാക്സും എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പിന്നെ തീ ഒരിക്കലും കുറച്ച് വെക്കരുത്, ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. പിന്നെ പെട്ടെന്ന് മുരിഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇതിവിടെ നല്ല രീതിയിൽ കളറൊക്കെ ചേഞ്ച് ആയിട്ട് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല പുറഭാഗം നല്ല ക്രിസ്പി ആയി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ ഒട്ടും ക്രാക്കൊന്നും വീഴാതെ ഒട്ടും പൊട്ടിപ്പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്തതും ഇതേ രീതിയിൽ തന്നെ പൊരിച്ചിട്ടെടുക്കാം. എട്ട് സ്നാക്സ് ഇതാ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുള്ളത് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഫ്രീസറിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അപ്പോൾ ഇതാ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് എടുക്കുക. പുറം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സ് ആണിത്. ഈ ഒരു ചമ്മന്തിൻ്റെ ഫില്ലിലേക്കും മുട്ടയൊക്കെ വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്കത് ചിക്കൻ ഇല്ലെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്